ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഓണത്തിന് ഒഴിച്ചുകൂട്ടാൻ പറ്റാത്തതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ 13 തരം വിഭവങ്ങളാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും ഞങ്ങളിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ നമുക്ക് തേങ്ങ വറുത്തരച്ച നല്ല നാടൻ ഇഞ്ചിക്കറി തയ്യാറാക്കാം. ഇഞ്ചിക്കറി പല വിധത്തിൽ തയ്യാറാക്കാം. ഇത് തേങ്ങ വറുത്ത് പൊടിച്ചാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല നിറമുള്ള ഇഞ്ചിക്കറി കിട്ടും. അതിനായി ഒരു മിക്സിയുടെ ജാറിൽ അരമുറി തേങ്ങ ഒന്ന് ചതച്ച് എടുത്ത് പാനിലിട്ട് നമുക്ക് അതിനെ നല്ലതായിട്ട് ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ ചതച്ചെടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അത് ഒരുപോലെ വറുത്ത് കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ തേങ്ങ നല്ലൊരു ബ്രൗൺ നിറമായിട്ടുണ്ട്. അതിനെ സിമ്മിലിടുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് അതിനെ ഒന്ന് വഴറ്റുക. അതിനുശേഷം അത് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചു വെക്കുക. ശേഷം പാൻ വെക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം 200 ഗ്രാം ഇഞ്ചി സ്ലൈസായിട്ട് അരിഞ്ഞത് എണ്ണയിലിട്ട് ഒന്ന് വറുത്ത് കോരുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിനെ കോരി മാറ്റുക. അതിനുശേഷം ചെറിയ ഉള്ളി, ഒരു 25 ചെറിയ ഉള്ളി ഉണ്ട്, അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് അതിനെ ഒന്ന് വറുത്ത് കോരിയെടുക്കുക. അതൊരു മൂത്ത പരുവാകുമ്പോൾ അതിനെ വറുത്ത് കോരി മാറ്റാം. അതിനുശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ഇച്ചിരി ഇഞ്ചി വറുത്ത എണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് അല്പം കടുകിടാം. കടുക് പൊട്ടിയതിന് ശേഷം തേങ്ങാക്കൊത്തിടാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞു വെച്ച ഉള്ളി, വറ്റൽമുളകിടാം. അതിനുശേഷം കറിവേപ്പില ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മുളക് പൊടി, മല്ലിപ്പൊടി, തേങ്ങ വറുത്തത് അത് ഒന്ന് പൊടിച്ചുകൊണ്ട് വന്നതാണ്. അത് ഇതിനകത്തേക്ക് ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിങ്ങനെ ഇരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ അത് എണ്ണ തെളിഞ്ഞു വന്നാണ് അരച്ചപ്പോൾ. അതിനുശേഷം ചെറിയ ഉള്ളി, ഇഞ്ചി അത് വറുത്ത് പൊടിച്ചത് അതിടാം. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അല്പം പുളിവെള്ളം ഒഴിക്കാം, പിഴിഞ്ഞൊഴിക്കാം. അതിനുശേഷം അല്പം വെള്ളം ചേർക്കാം. ശേഷം അല്പം ഉപ്പിടാം. ശേഷം അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടപ്പ് വെച്ച് അടച്ച് 2 മിനിറ്റ് ഒന്ന് നമുക്കതിനൊന്ന് പറ്റിച്ചെടുക്കാം. ഇനി നമുക്കതിനെ തുറന്ന് നോക്കാം. വെള്ളമെല്ലാം പറ്റി എണ്ണ തെളിഞ്ഞ് നല്ലൊരു പരുവമായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ഇഞ്ചിക്കലത്തിലോട്ടൊന്ന് പകരാം. നല്ല രുചികരമായ ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായി. നല്ലൊരു വെള്ളരിക്ക പച്ചടി നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനാവശ്യമുള്ള ചേരുവകൾ: വെള്ളരിക്ക, പച്ചമുളക്, സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളരിക്കയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. നല്ല വെള്ളം പറ്റിച്ചെടുക്കണം. ഇനി അരപ്പരച്ചുകൊണ്ട് വരാൻ അതിനായിട്ട് തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഉടച്ചു കൊടുക്കാം. ഏകദേശം വെള്ളം പറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കടുകും തേങ്ങയുടെ അരച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതായിട്ട്. അതിനുശേഷം 1 കപ്പ് തൈര് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചുകൊണ്ട് വരാം. ഇനി നമുക്ക് അടിച്ചു വെച്ച തൈര് അതിലേക്ക് ഒഴിക്കാം. ഇച്ചിരി ചൂട് പോയിട്ടേ ഒഴിക്കാവൂ, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം കടായി അടുപ്പത്ത് വെക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിടാം, വറ്റൽമുളക് ഇടാം, കറിവേപ്പില ഇടാം. ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചടിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലൊരു പച്ചടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്ക് നല്ലൊരു ഒടിയമ്പയർ മെഴുക്കുവരട്ടി തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ
തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 ചെറിയ ഉള്ളിയും 2 വറ്റൽമുളകും ചതച്ചത് അതിട്ട് കൊടുക്കാം. അതൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി വഴറ്റി കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അരിഞ്ഞു വെച്ച പയറിട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ഇടാം. സിമ്മിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആവിയുടെ വെള്ളം തട്ടി വെന്തോളും. ഇനി ഇളക്കി കൊടുക്കാം. നല്ല രുചികരമായ ഒരു പയർ മെഴുക്കുവരട്ടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നല്ലൊരു ബീട്രൂട്ട് പച്ചടിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമ്മൾ ചെറിയ 2 ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് നമുക്കിതിലേക്ക് ഇടാം. അതൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ, ഇഞ്ചി, ഒരു പച്ചമുളക് അരച്ചുകൊണ്ട് വരാം. ഇനി വെള്ളം ഒഴിക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, ബീട്രൂട്ടിനകത്തും വെള്ളമുണ്ട്, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഉപ്പിടാം. ഒന്ന് ഇളക്കി കൊടുക്കാം. പറ്റുന്നവരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ, പച്ചമുളക്, ഇഞ്ചി ആ കൂട്ടിലേക്ക് അല്പം കടുകിടാം. അരച്ചുകൊണ്ട് വരാം. ഈ അരച്ച് വെച്ച അരപ്പ് നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒഴിക്കാം 1 കപ്പ് തൈര്. അത് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചുകൊണ്ട് വരാം. ഇനി ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ചൂടായാൽ അത് പിരിഞ്ഞു പോകും. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അല്പം കടുക് താളിച്ചുകൊണ്ടൊന്നിടാം. അതിന് കടായി വെച്ച് അതിനകത്ത് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് ഇട്ട് പൊട്ടിക്കാം. ഒരു വറ്റൽമുളക് ഇടാം. അല്പം കറിവേപ്പില ഇടാം. അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി പച്ചടിയിലേക്ക് ഒഴിക്കാം. നല്ല രുചികരമായ പച്ചടി ഇവിടെ തയ്യാറായി. ഓണസദ്യക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇഞ്ചിപ്പുളിയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ ചേരുവകൾ ഇതൊക്കെയാണ്. അതിനായിട്ട് നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കുന്നത് തണുപ്പായ കാരണത്താലാണ്. ഇനി അരിഞ്ഞു വെച്ച് സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ച 150 ഗ്രാം ഇഞ്ചി ഇപ്പോൾ അതിലേക്ക് ഇടാം. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വറുത്ത് പോരാം. അത് മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് കോരിയെടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ച ഒരു 10-20 ചെറിയ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. അതും വറുത്ത് പോരാം. ഒരു കടായി അടുപ്പത്ത് വെക്കാം. ഇഞ്ചി വറുത്ത എണ്ണ ഒരു 3 ടീസ്പൂൺ ഒഴിക്കാം. ഇപ്പം കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം 2 വറ്റൽമുളക് ഇടാം. ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയുടെ വറുത്ത് പൊടിച്ചതാണ്, അതിടാം. കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇടാം. പച്ചമുളക് ഇടാം. 3 പച്ചമുളകുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കറിവേപ്പില ഇടാം. അതിന് ശേഷം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടതാണ്, അതൊന്ന് പിഴിഞ്ഞെടുത്ത് ആ വെള്ളം ഒഴിക്കാം. അതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അടച്ചു വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വാങ്ങി വെക്കാം. ഇനി 2 പീസ് ശർക്കര ഇട്ട് കൊടുക്കാം. ചെറിയ പീസാണ്. ഇനി ഒന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വാങ്ങാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല രുചികരമായ ഒരു ഇഞ്ചിപ്പുളി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എളുപ്പത്തിൽ ഒരു അവിയൽ ഇവിടെ തയ്യാറാക്കാം. അതിനായിട്ട് മുരിങ്ങയ്ക്ക, ക്യാരറ്റ്, ചേന, ഏത്തക്കായ, ചേമ്പ്, ഉരുളക്കിഴങ്ങ്, പച്ചമുളക് ഇവയെല്ലാം നീളത്തിലരിഞ്ഞത് അതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം.
ഇനി അതിനായിട്ട് കുറച്ച് തേങ്ങ, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, ഒരു വറ്റൽമുളക്, കറിവേപ്പില, ഇതെല്ലാം നമുക്കിവിടെ നിന്ന് അരച്ചുകൊണ്ട് വരാം. അതിനുശേഷം ഈ കൂട്ട് ഇതിലേക്കിടാം. ഒത്തിരി അരഞ്ഞു പോകരുത്, ഒരു മീഡിയം പരുവത്തിന് അരച്ചെടുക്കുക. ഇനി ആ ജാറിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണേ, അത് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ മതി. ഉപ്പിട്ട് കൊടുക്കാം. അതിനെ ഇളക്കി കൊടുക്കാം. ഇനി അതിനെ ഒന്ന് അടച്ചു കൊടുക്കാം. ഒറ്റ വിസിൽ കേട്ടാൽ മതി. അതിനുശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പം അത് വെന്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് 3 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. അതിനുശേഷം ഇച്ചിരി കറിവേപ്പില ഇടാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അവിയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ രീതിയിൽ നമുക്ക് പെട്ടെന്ന് അവിയൽ തയ്യാറാക്കാം. ഒറ്റ വിസിൽ മതി, കഷ്ണങ്ങൾ വെന്ത് കിട്ടും. കുക്കറിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് പറ്റിച്ചെടുത്തതിന് ശേഷം മാത്രമേ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാവൂ. സാധാരണ ബീട്രൂട്ട് തോരൻ എല്ലാവർക്കും ഒക്കെ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ വൻപയർ ഇട്ടൊന്ന് തോരൻ വെച്ച് നോക്കൂ. നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് 2 ബീട്രൂട്ട് തൊലി ചെത്തി കഴുകി വൃത്തിയാക്കിയത് 2 എണ്ണം, വൻപയർ 1 കപ്പ് കഴുകി വൃത്തിയാക്കിയത്, അല്പം തേങ്ങ ചിരകിയത്, 3-4 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ ഉള്ളി, കുറച്ച് കാന്താരി മുളക്. അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം, ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. ഇനി കുക്കർ വെച്ചിട്ട് നമുക്ക് പയർ കഴുകി വൻപയറും വെള്ളവും കൂടെ ചേർക്കാം. 1 കപ്പ് വെള്ളമുണ്ട്. അതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. ഇനി അതൊന്ന് അടച്ചു വെച്ച് ഒരു 4-5 വിസിൽ കേൾപ്പിക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങ, വെളുത്തുള്ളി, കാന്താരി മുളക്, ചെറിയ ഉള്ളി, ഈ കൂട്ട് നമുക്കൊന്ന് ചതച്ചുകൊണ്ട് വരാം. ഒരു കടായി അടുപ്പത്ത് വെക്കാം. ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അല്പം കടുകിട്ട് പൊട്ടിക്കാം. അതിനായിട്ട് നമുക്ക് നേരത്തെ ചതച്ച് വെച്ച കൂട്ട് നമുക്കിതിലേക്ക് ഇടാം. അതിനാവശ്യമുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ബീട്രൂട്ട് ഇതിലേക്ക് ഇടാം. നല്ലതായിട്ടൊന്ന് യോജിപ്പിക്കാം. അതിന് വേവിച്ച് വെച്ച പയറും അല്പം വെള്ളവും കൂടെ ഉണ്ട്. അത് പറ്റാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അതിലുണ്ട്. അതും കൂടെ നമുക്ക് ബീട്രൂട്ടിലോട്ട് ഒഴിക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അത് നല്ലതായിട്ട് പറ്റുന്ന വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല രുചികരമായ ഒരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് നല്ലൊരു കറുനാരങ്ങ അച്ചാർ ഇവിടെ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കറുനാരങ്ങ എടുക്കാം. അതിനാവശ്യമായ ചേരുവകൾ: കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി. ഇനി ഒരു കടായി അടുപ്പത്ത് വെക്കാം. ചെറുതായിട്ട് അരിഞ്ഞ നാരങ്ങയാണിത്. 1 കപ്പ് എണ്ണ ഒഴിക്കാം. നല്ലെണ്ണയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. കടുകിട്ട് പൊട്ടിക്കാം. വെളുത്തുള്ളി ഇടാം, പച്ചമുളക് ഇടാം, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ഇടാം, കറിവേപ്പില ഇടാം, മഞ്ഞൾപ്പൊടി, കായംപൊടി, ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. വിനാഗിരി അല്പം ചേർക്കാം. പഞ്ചസാര 1 സ്പൂൺ ചേർക്കാം. ഉപ്പ് ചേർക്കാം. ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ച കറുനാരങ്ങ ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു കറുനാരങ്ങ അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇവിടെ നമുക്കൊരു ഓലൻ തയ്യാറാക്കാം. അതിനായി വേണ്ടുന്ന ചേരുവകൾ: 1 കപ്പ് വൻപയർ, ചെറുതായിട്ട് അരിഞ്ഞു വെച്ച അരമുറി വെള്ളരിക്ക, 2-3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, കറിവേപ്പില, പിന്നെ തേങ്ങ, അരമുറി തേങ്ങയുടെ പാല് പിഴിഞ്ഞത്, 2ാം പാല്, പിന്നെ 1ാം പാല് പിഴിഞ്ഞെടുത്തത്. അതിനുശേഷം ആ 1 കപ്പ് പയർ കഴുകിക്കൊണ്ടൊന്ന് കുക്കറിലിടാം. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചു കൊടുക്കാം. അതൊന്ന് വെന്തിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് ഇച്ചിരി വെള്ളം ഊറ്റിയെടുക്കാം. അധികം വന്ന വെള്ളം അത് നമുക്കൊരാവശ്യമുണ്ട്, അതെന്തിനാണെന്ന് പിന്നെ പറയാം. ഇനി അരിഞ്ഞു വെച്ച വെള്ളരിക്ക കൂട്ട് അതിലോട്ടിടാം. നേരത്തെ പിഴിഞ്ഞു വെച്ച 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള. അതിനെ അടച്ചു വെച്ച് വേവിക്കാം. ഇനി 1ാം പാൽ ഒഴിച്ച് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കടുക് വറുത്തൊഴിക്കാം. അതിനായിട്ടൊരു പാനിനടുപ്പത്ത് വെച്ചു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. കടുകിട്ട് അത് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക്, കറിവേപ്പില ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഒഴിക്കാം. നല്ലൊരു ഓലൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് ഇരുന്നൊന്ന് കുറുകി വന്ന് നല്ലൊരു പരുവമായിട്ട് ഇവിടെ കിട്ടും. നല്ലൊരു രസമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഓലൻ തയ്യാറാക്കാൻ നമ്മൾ വേവിച്ച് വെച്ച വൻപയറിൽ നിന്ന് എടുത്ത വെള്ളം അതിലേക്ക് നല്ല വലിപ്പത്തിലുള്ള ഒരു പുളി ഇട്ട് കൊടുക്കാം. അതിട്ട് മാറ്റി വെക്കാം. ഒരു കടായി അടുപ്പത്ത് വെക്കാം. 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കടുകിടാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ ചതച്ച് വെച്ച ചെറിയ ഉള്ളി 1 അതിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. അത് ഇച്ചിരി കൂടുതൽ വേണം, അതിന് നല്ല ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. കായം പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. വൻപയർ വെള്ളത്തിൽ ഇട്ട് വെച്ച പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. അതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ എടുത്ത് അതിനകത്ത് ഒഴിക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. വൻപയറിൽ നിന്ന് എടുത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നല്ലൊരു രസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ലൊരു മോരുകറി ഇവിടെ തയ്യാറാക്കാം. അതിനായിട്ട് 1 ലിറ്റർ തൈരിനകത്ത് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അടിച്ചെടുത്തത്. അതിനാവശ്യമായ ചേരുവകൾ: അല്പം തേങ്ങ, 2 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, ജീരകം, വറ്റൽമുളക്, 3 ടീസ്പൂൺ വെളിച്ചെണ്ണ. കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത്, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില. തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ വെളുത്തുള്ളി 2 കഷ്ണം ചേർത്താൽ മതി. പക്ഷേ കടുക് വറക്കുമ്പോൾ ഒരു 4-5 കഷ്ണം ഇടണം. അത് മൂത്ത് വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അരച്ച് വെച്ച അരപ്പ് അതിനകത്ത് ചേർക്കാം. അതിനകത്ത് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് അരച്ചത്, ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞില്ല. മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് അരച്ചതാണ്. ഒന്ന് നല്ല തിള വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അടിച്ചു വെച്ച മോരൊഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂട് വന്നാൽ മതി. ചൂട് വന്ന് ഒരു ആവി വരുന്ന പരുവാകുമ്പം അത് ഓഫ് ചെയ്യണം. മോര് തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. നല്ല രുചികരമായ ഒരു മോരുകറി ഇവിടെ തയ്യാറായി. നല്ലൊരു സാമ്പാർ ഇവിടെ തയ്യാറാക്കാം. അതിനായിട്ട് അരിഞ്ഞു വെച്ച പച്ചക്കറി കഷ്ണങ്ങളാണിത്. ഏകദേശം ഒരു ചെറിയ കപ്പിന് 1 കപ്പ് പരിപ്പ്, ചെറിയ ഉള്ളി ഒരു 10 അത് കഴുകി വെച്ച പരിപ്പിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ച് കൊടുക്കാം. കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. 1 വിസിൽ കേട്ടതിന് ശേഷം അത് തുറന്ന് അരിഞ്ഞു വെച്ച പച്ചക്കറികളിടാം. അതിനകത്ത് നികക്ക വെള്ളം ഒഴിക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അത് വെന്ത് മാറ്റി വെച്ചിട്ട് അടുത്തൊരു കടായി വെച്ചിട്ട് അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെണ്ടയ്ക്കയും തക്കാളി അരിഞ്ഞു വെച്ചതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. അത് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അത് വെന്ത് പോകും. അതുകൊണ്ടാണ് സാമ്പാറിൻ്റെ കൂടെ ഇട്ട് വേവിക്കാഞ്ഞത്. ഇനി അതിനെ ഒന്ന് തിളപ്പിക്കാം. വാങ്ങി വെച്ചിട്ട് കടായി അടുപ്പത്ത് വെക്കാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കടുകിട്ട് പൊട്ടിക്കാം. വട്ടത്തിൽ അരിഞ്ഞു വെച്ച ഉള്ളി ഇടാം. വറ്റൽമുളക് ഇടാം. കറിവേപ്പില ഇടാം. ഒന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് മൂത്ത് പരുവായിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. കായപ്പൊടി ഇട്ട് കൊടുക്കാം.
കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ്. എന്നിട്ട് അതിനെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച സാമ്പാർ ശകലം ഒഴിച്ച് ഒന്ന് ഇളക്കി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അല്പം പുളിവെള്ളം ഒഴിക്കാം, കുറച്ച് പുളി മതി. ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുക്കാം. നല്ല രുചികരമായ ഒരു സാമ്പാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മൾ നല്ലൊരു ചെറുപയർ പരിപ്പിൻ്റെ പരിപ്പാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനെ 1 കപ്പ് പയർ നമുക്ക് ചീനിച്ചട്ടിയിൽ ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കാം. ബ്രൗൺ നിറമായി. ഈ നിറമായി കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് അലകാക്കിക്കൊണ്ട് വരണം. ഞാൻ അരലിലിട്ടാണ് അലകാക്കിയത്. മിക്സിയുടെ ജാറിലിട്ട് വേണേലും അലകാക്കാം. ഇത് അലകാക്കി പാറ്റിക്കൊണ്ട് വന്ന പയറാണ്. ഇനി നമുക്കതൊന്ന് കഴുകി കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അല്പം വെള്ളവും കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി തേങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ചെറിയ ജീരകം, വെളുത്തുള്ളി, ഇച്ചിരി ഉലുവാപ്പൊടി, ഈ കൂട്ട് നമുക്കൊന്ന് അരച്ച് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് ആ പയറിൻ്റെ പകുതി നമുക്കെടുക്കാം. ഇതൊന്ന് അരച്ച് മാറ്റി വെക്കാം. അത് അരച്ചുകൊണ്ട് വന്ന് ഇനി നമുക്ക് ബാക്കി ഇരിക്കുന്ന പയർ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത് നമുക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ അരച്ചുകൊണ്ട് വന്നത്. വേവിച്ച പയറിൻ്റെ പകുതി അരച്ചു വെച്ചത് നമുക്ക് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ നേരത്തെ അരച്ച് മാറ്റി വെച്ച അരപ്പൊഴിക്കാം. വെള്ളം ഒഴിക്കാം ആവശ്യത്തിന്. ഇച്ചിരി ലൂസാകണം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പരുവാകണം. ഇനി ഒന്ന് ചൂടാക്കാം. അതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കാം. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് ഇട്ട് കൊടുക്കാം. വട്ടത്തിൽ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഇടാം. കറിവേപ്പില ഇടാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി പരിപ്പ് കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല രുചികരമായ ഒരു പരിപ്പ് കറി ഇവിടെ തയ്യാറായി.